നമസ്കാരം. കേരള രാഷ്ട്രീയത്തിലെ നിറം മാറുന്ന ഒരു ഓന്താണ് നിലമ്പൂർ എംഎൽഎ PV അൻവർ എന്ന് പറഞ്ഞാലും തെറ്റു പറയാൻ കഴിയില്ല. ഇന്ന് LDF-നൊപ്പം കണ്ടാൽ നാളെ UDF-നൊപ്പം കാണും. ഇനിയിപ്പോ BJP-യുടെ ജാഥ വലുവാ വഴി പോകുന്നുണ്ടെങ്കിൽ ചിലപ്പോൾ അതിലും കാണും. അവസാനം അണ്ണൻ DMK എന്ന് പറയുന്ന ഒരു പാർട്ടിയൊക്കെ പ്രഖ്യാപിച്ചിരുന്നു. ആ പാർട്ടിയുടെ അവസ്ഥ എന്താണെന്ന് നമുക്ക് നന്നായി അറിയാം. വെന്റിലേറ്ററിലാണ്. ഇപ്പോ ഒരു പുതിയ ഉടായ്പായിട്ട് രംഗത്തേക്ക് ഇറങ്ങിയിട്ടുണ്ട്. വേറൊന്നുമല്ല, നമ്മൾ നേരത്തെ പറഞ്ഞില്ലേ, അതായത് ഈ PV അൻവറിന്റെ ഈ പോക്ക് അത് UDF-ന്റെ ഘടകകക്ഷിയാകാൻ വേണ്ടിയുള്ള നീക്കത്തിന്റെ ഭാഗമായിരുന്നു എന്ന് നമ്മൾ നേരത്തെ തന്നെ പറഞ്ഞിരുന്നതാണ്. അത് ശരിവെക്കുന്ന രീതിയിലുള്ള എല്ലാം ഇപ്പൊ വളരെ വ്യക്തമായി തന്നെ മുന്നിൽ തെളിഞ്ഞു നിൽക്കുകയാണ്. എന്തിനു വേണ്ടിയാണ്, എന്തിനാണോ സർക്കാരിനെതിരെ, മുഖ്യമന്ത്രിക്കെതിരെ വ്യാജ പ്രചരണങ്ങൾ PV അൻവർ നടത്തിയതെന്ന് ചോദിച്ചാൽ, പ്രതിപക്ഷത്തിന് ഭരണപക്ഷത്തേക്ക് എത്താൻ വേണ്ടിയുള്ള ചില നീക്കങ്ങളുടെ ഭാഗമായിരുന്നു, ചില ഗൂഢാലോചനകളുടെ ഭാഗമായിരുന്നു എന്ന് തെളിയിക്കുന്ന പലതും ഇപ്പോൾ പുറത്തു വരികയാണ്. എന്തൊക്കെ പെരുന്നുണയാണ് PV അൻവർ പറഞ്ഞത്. ആദ്യം സഖാക്കളെയൊക്കെ അങ്ങ് കയ്യിലെടുത്തു, താനൊരു സത്യവാനാണ് എന്ന രീതിയിലൊക്കെ വലിയ രീതിയിൽ ഒരു ഗമ്മിക്ക് നമ്പറൊക്കെ കാണിച്ച് കുറെ ആളുകളെയൊക്കെ തെറ്റിദ്ധരിപ്പിച്ചു. അവസാനം എന്താണ് സംഭവിച്ചത്? അവസാനം ഈ തുരപ്പനെ സഖാക്കൾ തന്നെ കയ്യോടെ പിടികൂടി. തുടക്കം മുതലേ സർക്കാരിനും പാർട്ടിക്കും അറിയാമായിരുന്നു എങ്ങോട്ടാണ് ഈ കാറ്റെന്ന്, എങ്ങോട്ടാണ് PV അൻവറിന്റെ ഈ ഒഴുക്കെന്ന് നന്നായി തന്നെ അറിയാമായിരുന്നു. അതുകൊണ്ടാണ് തുടക്കം മുതൽ പല ഗീർവാണങ്ങളും PV അൻവർ അടിച്ചിട്ടും അതിനെ പ്രതിരോധിക്കാൻ പാർട്ടി തയ്യാറാകാഞ്ഞത്. എവിടം വരെ പോകും PV അൻവർ എന്ന് നോക്കി നിൽക്കുകയായിരുന്നു. അവസാനം എന്താണ് സംഭവിച്ചത്? അതിര് കടന്നപ്പോൾ അവസാനം ചവിട്ടി പുറത്താക്കി. കടക്ക് പുറത്ത് എന്ന് പറഞ്ഞു. സഖാക്കളും അണികളും പറഞ്ഞു എടുത്ത് കള ഈ കുരുപ്പിനെ എന്ന്. അങ്ങനെ നിലമ്പൂർ MLA, നമ്മുടെ നിലമ്പൂർ കടന്നൽ രാജ എന്ന് വിളിച്ചിരുന്ന ആളുകളൊക്കെ വേട്ടാവളിയ പുറത്തു പോടെ എന്ന് പറയുന്ന സാഹചര്യം ഉണ്ടായി. ഇപ്പൊ വന്ന് വല്ലാത്തൊരു കോമാളി പരിവേഷമാണ്, ഞാൻ പറയേണ്ട കാര്യമില്ല. അപ്പോ ഇപ്പൊ എന്താണ് അവസ്ഥ? ഇപ്പോ UDF-ന്റെ ഒപ്പം ചേർന്ന് ചില കാര്യങ്ങളൊക്കെ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. UDF-ലേക്ക് ചേക്കേറാൻ പോവുകയാണ്. ഇപ്പൊ ഒരു പോസ്റ്റ് വന്നിട്ടുണ്ട് കേട്ടോ ഫേസ്ബുക്കിൽ. അപ്പൊ ഞാൻ ആ പോസ്റ്റ് നോക്കുകയായിരുന്നു. പോസ്റ്റ് ഇത് എങ്ങനെയാണ്: ജനവിരുദ്ധ വന നിയമ ഭേദഗതിക്കെതിരെ PV അൻവർ MLA നയിക്കുന്ന ജനകീയ യാത്ര. ഭയങ്കര സംഭവമാണ്. എന്നിട്ട് അതിൽ ആരുടെയൊക്കെ ഫോട്ടോയാണ്? ഉദ്ഘാടനം ND അപ്പച്ചൻ. ഈ ND അപ്പച്ചൻ ആരാണെന്ന് അറിയാമോ? അതായത് വയനാട്ടിലെ DCC പ്രസിഡന്റ് ആണ്. ഇനി അധികം ഒന്നും പറയണ്ടല്ലോ. അവിടെ ഇത്തരത്തിൽ ഒരു യാത്ര നടത്തുമ്പോൾ കോൺഗ്രസിന്റെ പിന്തുണ തീർന്നില്ല. അതുപോലെ തന്നെ ലീഗ് നേതാക്കളുടെ പിന്തുണ. IC ബാലകൃഷ്ണൻ അത്രേ അവിടെ സമാപിക്കുമ്പോൾ സംസാരിക്കുന്നതെന്നാണ് കേട്ടത്. അപ്പൊ എന്തിനായിരുന്നു VD സതീശൻ ഞങ്ങൾ PV അൻവറിനെ പാർട്ടിയിലേക്ക് എടുക്കില്ല, ഞങ്ങൾ PV അൻവറിനെ പിന്തുണയ്ക്കില്ല എന്നൊക്കെ പറഞ്ഞ് നാടകം കളിച്ചതെന്ന് ഇപ്പൊ ഏറെക്കുറെ എല്ലാവർക്കും മനസ്സിലായോ? മുഖ്യമന്ത്രിക്കെതിരെ, സർക്കാരിനെതിരെ നിരന്തരം പല ആരോപണങ്ങൾ ഉന്നയിച്ചപ്പോൾ എല്ലാവരും പറഞ്ഞൊരു പ്രധാനപ്പെട്ട കാര്യം ഇദ്ദേഹം UDF-ലേക്ക് പോകാൻ പോവുകയാണ് എന്നുള്ളതായിരുന്നു. അപ്പോൾ UDF പിടിക്കപ്പെടാതിരിക്കാൻ തങ്ങൾ പറഞ്ഞിട്ടാണ് ഇത്തരത്തിലുള്ള നീക്കങ്ങൾ PV അൻവർ നടത്തുന്നത് എന്ന് ഉള്ള സത്യം അത് ജനങ്ങൾ അറിയാതിരിക്കാൻ വേണ്ടിയാണ് മാധ്യമപ്രവർത്തകർ PV അൻവർ വന്നിട്ടുണ്ടെങ്കിൽ സ്വീകരിക്കുമോ എന്ന് ചോദിച്ചപ്പോൾ സതീശനൊക്കെ മാധ്യമങ്ങളുടെ മുമ്പിൽ പറഞ്ഞത് ഇല്ല, ഞങ്ങൾ സ്വീകരിക്കില്ല, ഞങ്ങൾ ഒരു രീതിയിലും പിന്തുണക്കില്ല, ഒരിക്കലും അൻവറിനെ പിന്തുണയ്ക്കാൻ പറ്റില്ല എന്നൊക്കെ പറഞ്ഞ് വലിയ നാടകങ്ങൾ കളിച്ചത്. ഇപ്പൊ എങ്ങനെയാണ് ഇത്ര വലിയ പിന്തുണ ഈ പറയുന്ന PV അൻവറിന് കിട്ടുന്നത്? സത്യങ്ങൾ പുറത്തു വരികയല്ലേ. ഇതൊക്കെ കണ്ടാൽ തന്നെ നമുക്ക് വ്യക്തമല്ലേ ആരായിരുന്നു ഈ വ്യാജ ആരോപണങ്ങൾക്കൊക്കെ പിന്നിലെന്ന്. എന്തൊക്കെ വാഗ്ദാനങ്ങളാണ് PV അൻവറിന് കൊടുത്തിരുന്നത് എന്ന് മാത്രം നമ്മൾ ഇനി അറിഞ്ഞാൽ മതി. ആ പാർട്ടിയിൽ നിന്നപ്പോൾ നിരവധി അറിയാലോ, ഈ പുള്ളിയുടെ പാർക്കുമായി ബന്ധപ്പെട്ട് കുറെ നിയമവിരുദ്ധ സംഗതികളൊക്കെ ഉണ്ടായിരുന്നു. അതിനെ സർക്കാർ പിന്തുണച്ചില്ല, പാർട്ടിയും പിന്തുണച്ചില്ല. ഇനി അധിക നാളിങ്ങനെ പാർട്ടിയും പറ്റിച്ചുകൊണ്ട് സഖാക്കളെയും പറ്റിച്ചുകൊണ്ട് മുന്നോട്ട് പോകാൻ പറ്റില്ല എന്ന് കണ്ടപ്പോൾ പതിയെ ഇങ്ങനെ ആടി നിൽക്കുകയായിരുന്നു. അത് മനസ്സിലാക്കിയ കോൺഗ്രസ്സുകാർ മിക്കവാറും സ്വാധീനിച്ചിട്ടുണ്ടാകാം. അവസാനം നിന്നിരുന്ന് തള്ളായിരുന്നു, ഭയങ്കര തള്ളു. മാധ്യമപ്രവർത്തകർക്ക് വിളിച്ചു വരുത്തി അവരങ്ങനെയാണ്, ഇവരിങ്ങനെയാണ്, അവരിങ്ങനെയാണെന്നൊക്കെ പറയലായിരുന്നു. തെളിവുണ്ട് അൻവറെ എന്ന് ചോദിച്ചാൽ അത് നമ്മുടെ ഇല്ല, അത് നിങ്ങൾ പോയിട്ടങ്ങ് അന്വേഷിച്ച് കണ്ടുപിടിക്കും, എനിക്ക് ഇത്രയൊക്കെ പറ്റുള്ളൂ എന്നായിരുന്നു PV അൻവർ പറഞ്ഞുകൊണ്ടിരുന്നത്. ഇപ്പൊ എന്തായി? അവസാനം ഇനി രക്ഷയില്ല എന്ന് മനസ്സിലായി. അപ്പോ UDF ഇങ്ങനെ താലോലിക്കുകയാണ്. ഇനി UDF-ന്റെ ഒപ്പം ആയിരിക്കും PV അൻവർ എന്ന കാര്യത്തിൽ ഒരു തർക്കമൊന്നുമില്ല. അതിന് ഏറ്റവും വലിയ ഉദാഹരണമാണ് അപ്പോൾ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. അപ്പൊ ഇന്ന് റിപ്പോർട്ടർ ചാനൽ ഒരു വാർത്ത റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. എന്താണ്? അതായത് ചില നേതാക്കളുമായി, CPM-ന്റെ നേതാക്കളും ഒക്കെ ആയിട്ട് ചർച്ച നടത്തിയിട്ടുണ്ട്. അതുപോലെ ഒരു മുൻ MLA, അതായത് മുൻ
മറ്റേ CPM MLA, അതുപോലെ തന്നെ യുവ ഈ പറയുന്ന CPM MLA ഒക്കെ ആയിട്ട് ചർച്ച നടത്തിയിട്ടുണ്ട് ഈ പറയുന്ന PV അൻവർ. അവിടെ എത്തുമ്പോഴത്തേക്കൊക്കെ നമ്മുടെ കൂടെ വരും എന്നൊക്കെയാണ് റിപ്പോർട്ടർ ചാനൽ അടിക്കുന്നത്. ഒരാളുമായി ഒരു ചർച്ചയും നടത്തിയിട്ടില്ല. എന്നോ ചീഞ്ഞു പോയ ഈ PV അൻവർ എന്ന് പറയുന്ന രാഷ്ട്രീയ നേതാവിന്റെയൊക്കെ ഒപ്പം ഇരുന്ന് ഒരു ചർച്ച നടത്താൻ പാകത്തിന് അത്രയൊക്കെ വെളിവില്ലാത്ത ഒരു നേതാവ് എന്തായാലും ഈ LDF-ൽ കാണില്ല എന്ന കാര്യത്തിൽ 100% ഉറപ്പാണ്. ഇനിയിപ്പോ PV അൻവർ അങ്ങോട്ട് പോയിട്ട് കാല് പിടിച്ചിട്ടുണ്ടെങ്കിലേ ഉള്ളൂ. എന്തായാലും അങ്ങനെ കാല് പിടിച്ചാലും മിക്കവാറും കടക്ക് പുറത്തുനിന്ന് CPM-ന്റെ MLA-മാര് പറയാനാണ് സാധ്യത കൂടുതൽ. ഒരൊറ്റ സഖാക്കൾ ഇദ്ദേഹത്തെ പിന്തുണയ്ക്കുന്നില്ല. നിലമ്പൂരിൽ കൈവിട്ടു എന്ന് മനസ്സിലായിരിക്കുന്നു. നിലമ്പൂരിൽ ഇനി അടുത്ത തവണ മത്സരിക്കണമെങ്കിൽ ലീഗിന്റെയും കോൺഗ്രസിന്റെയും ഒക്കെ ഒരു പിന്തുണ വേണം, UDF-ന്റെ പിന്തുണ വേണം. അതിനുവേണ്ടിയാണ് ഇറങ്ങി തിരിച്ചിരിക്കുന്നത്. മാത്രമല്ല എന്തൊക്കെ ഗീർവാണടിയായിരുന്നു, എന്തൊക്കെ രീതിയിലുള്ള അഭിനയമായിരുന്നു PV അൻവർ കാഴ്ചവെച്ചത്. ഒരു മഹാപ്രതിഭയാണ് കേട്ടോ ഈ പറയുന്ന PV അൻവർ. നമ്മുടെ സുരേഷ് ഗോപിനെ മറികടക്കും. അവസാനം എന്തായി, പവനായി ശവമായി എന്ന് പറഞ്ഞ അവസ്ഥയായി. ഇപ്പൊ ഫേസ്ബുക്കിലൊക്കെ കയറി നോക്കിയിട്ടുണ്ടെങ്കിൽ, അതായത് നമ്മൾ നല്ല ടെൻഷൻ അടിച്ചിരിക്കുകയാണെങ്കിൽ ജസ്റ്റ് ഇങ്ങനെ ഫേസ്ബുക്കിൽ ഒന്ന് കയറി നോക്കിയാൽ മതി, കമന്റ് വായിച്ചാൽ തന്നെ നമുക്കൊരു പ്രത്യേക ഒരു സന്തോഷമൊക്കെ തോന്നും. അമ്മാതിരി പുള്ളിനങ്ങ് വലിച്ചൊട്ടിക്കുകയാണ് കാണുന്ന ആളുകളൊക്കെ. അമ്മാതിരിയല്ലേ ആളുകളെയൊക്കെ പറ്റിച്ചത്. മാത്രമല്ല ഇന്നലെ വരെ UDF-നെ ചീത്ത പറഞ്ഞ് ചെളി വാരി എറിഞ്ഞ് നടന്ന വ്യക്തിയാ. ഇന്നിപ്പോ സതീശനെന്ന് മുഴുവൻ വിളിക്കില്ല, സുധാകരൻ എന്ന് മുഴുവൻ വിളിക്കില്ല. അമ്മാതിരി അങ്ങ് ഒലിച്ചിറങ്ങുകയാണ്. അമ്മാതിരി സ്നേഹമാണ്. PV അൻവർ എന്ന് പറയുന്ന ഇദ്ദേഹം ഉണ്ടല്ലോ, ഏത് ഈ നിറം മാറിക്കൊണ്ടിരിക്കുന്ന ഇദ്ദേഹം, ഈ ഇദ്ദേഹത്തിന് ഇപ്പോ വല്ലാത്ത ഒരു പ്രേമവും മുഹബത്തുമാണ് UDF-നോട്. UDF ഇപ്പൊ എന്ത് പറഞ്ഞാലും അതിനെ പിന്തുണയ്ക്കും. ഈ VD സതീശനെതിരെ ഒരു 150 കോടിയുടെ ഒരു ആരോപണം ഉന്നയിച്ച എല്ലാവരും ഓർക്കണ്ടായിരിക്കും അല്ലെ. പുനർജനി തട്ടിപ്പ് കേസുമായി ബന്ധപ്പെട്ട് ഉന്നയിച്ച ആരോപണവും ഓർക്കുന്നുണ്ടാവില്ല. അങ്ങനെ PV അൻവർ നിരവധി ആരോപണങ്ങളൊക്കെ ഉന്നയിച്ചിട്ടുണ്ടായിരുന്നു. അപ്പൊ UDF ഇങ്ങനെ പിന്തുണയ്ക്കുമ്പോ അതിനർത്ഥം PV അൻവർ ശരിയാണെന്നാണല്ലോ. അപ്പൊ PV അൻവർ ഉന്നയിച്ച ആരോപണങ്ങളും ശരിയാണെന്ന് ഈ പറയുന്ന കോൺഗ്രസ് നേതാക്കൾ ശരിവെക്കുന്നുണ്ടോ എന്ന കാര്യം കൂടി ഒന്ന് നമുക്ക് മനസ്സിലാക്കേണ്ടതുണ്ട്. വേറെ കാര്യം കൂടി നിങ്ങൾ ശ്രദ്ധിച്ചോ, ഇപ്പോ ഈ മറുനാടൻ ഷാദിനെ ഒന്നും ഒരു രീതിയിലും പ്രകോപിപ്പിക്കുന്നില്ല PV അൻവർ. എന്താണെന്ന് എല്ലാവരും ആലോചിക്കുന്നുണ്ടാവും അല്ലെ. വേറൊന്നും കൊണ്ടല്ല, കോൺഗ്രസ്സുകാരുടെ മുത്തല്ലേ, മണിമുത്തല്ലേ ഈ പറയുന്ന ഷാജൻ ഒളിവിൽ പോയപ്പോ ആരൊക്കെയാണ് സപ്പോർട്ട് ചെയ്തത്? ഈ കോൺഗ്രസ് നേതാക്കളല്ലേ. അദ്ദേഹത്തെ പിന്തുണച്ചുകൊണ്ട് അദ്ദേഹത്തെ കടന്നാക്രമണം നടത്തുക എന്ന് പറഞ്ഞാൽ VD സതീശനല്ലേ. ഒരു ഓൺലൈൻ മാധ്യമ പ്രവർത്തകൻ ഏതാ പോലീസ് വേട്ടയാടുകയാണ് എന്നൊക്കെ പറഞ്ഞ് ആ വർഗീയവാദിയെ, ആ വർഗീയ വാർത്ത ചെയ്യുന്ന, വ്യാജ വാർത്ത ചെയ്യുന്ന ഷാജിൻസ്കറിയെ പൊക്കി പിടിച്ചുകൊള്ളുന്നവരല്ലേ. അപ്പോ അതുകൊണ്ടൊക്കെ ആയിരിക്കാം ഇപ്പൊ എന്താണ്, ഇപ്പൊ PV അൻവറും ഒന്നും മിണ്ടുന്നില്ല. PV അൻവറും നിശബ്ദനായി. ഇപ്പോ ഷാജിൻസ്കറിയുടെ അരിമ ശിഷ്യനായോ അല്ലെങ്കിൽ ഷാജിൻസ്കറിയുടെ ഫാനായി മാറിയോ എന്നൊക്കെ ദൈവത്തിനറിയാം. എന്തോ ആകട്ടെ, നാളെ ഇനിയിപ്പോ അങ്ങനെ ആയി മാറിയാലൊന്നും പറയാൻ പറ്റില്ല. കാരണം എന്റെ രക്തം സഖാക്കളുടെ രക്തമാണ്, എന്റെ കയ്യിൽ മരിക്കുവോളം ചെങ്കൊടി ഉണ്ടാകും എന്നൊക്കെ പാടിയാണല്ലോ നടന്നിരുന്നത്. ഇപ്പോ വന്ന് പല നിറത്തിലുള്ള കൊടിയൊക്കെയാണ് കയ്യിലുള്ളത്. ഓരോ ദിവസം ഓരോ നിലപാടാണ്. ഓരോ ദിവസം രാവിലെ എഴുന്നേറ്റ് എന്തൊക്കെയാണ് പറയുന്നത് ദൈവത്തിന്. 2031 ഇവിടെ കേരളം BJP പിടിക്കും എന്ന് വരെ പറഞ്ഞത് ഓർമ്മയുണ്ടല്ലോ എല്ലാവർക്കും അല്ലെ. അങ്ങനെ BJP-യെ സുഖിപ്പിച്ചു, UDF-നെ സുഖിപ്പിച്ചു ഒക്കെയാണ് ഇപ്പൊ അണ്ണന്റെ മുന്നോട്ടുള്ള പോക്ക്. കടുത്ത പിണറായി വിരുദ്ധത, ഇടത് വിരുദ്ധത. വാ തുറക്കുന്നത് ഇങ്ങനെയുള്ള ചില നുണകൾ പറയാൻ വേണ്ടിയാണ്. എന്തുമാകട്ടെ, PV അൻവർ എന്ന് പറയുന്ന ഈ രാഷ്ട്രീയ നേതാവിന്റെ രാഷ്ട്രീയ ഭാവി എന്താകും എന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ വരാൻ പോകുന്ന നിയമസഭാ ഇലക്ഷനിൽ നിലമ്പൂരിലെ ജനങ്ങൾ തന്നെ തക്കതായ മറുപടി തരുമെന്ന കാര്യത്തിൽ ഒരു തർക്കവുമില്ല. UDF-നെ സഹായിക്കാൻ വേണ്ടി ഇവിടെ ചേലക്കരയിൽ ഒരു സ്ഥാനാർത്ഥിയെ നിർത്തുന്ന സാഹചര്യം ഉണ്ടായല്ലോ. എന്തായിരുന്നു ഉദ്ദേശം? KC വേണുഗോപാൽ പറയാ, ചേലക്കരയിൽ ഇക്കുറി UDF ജയിക്കും. UDF ജയിച്ചാൽ വരാൻ പോകുന്ന 2026 നിയമസഭാ ഇലക്ഷനിൽ ഞങ്ങളായിരിക്കും അധികാരത്തിൽ വരിക, അതൊരു വലിയ സൂചനയായിരിക്കും എന്ന് പറഞ്ഞു. അങ്ങനെ KC വേണുഗോപാലിനെ സംരക്ഷിക്കാൻ, UDF-നെ സംരക്ഷിക്കാൻ, UDF-നെ ജയിപ്പിക്കാൻ വേണ്ടി അവിടെ DMK ഒരു സ്ഥാനാർത്ഥിയെ നിർത്തി, ഒരു സുധീറിനെ. എന്താണ് സംഭവിച്ചത്? നോട്ടയ്ക്കും പിന്നിലായി. അതായത് ഈ PV അൻവറിനെ ആരും പിന്തുണയ്ക്കുന്നില്ല, ഇയാൾ പറഞ്ഞ നുണ മുഴുവൻ ജനം തിരിച്ചറിഞ്ഞു എന്ന രീതിയിലൊരു വിധി അവർ അങ്ങ് കൊടുത്തു. DMK-യും UDF-ഉം ഒക്കെ കട്ടക്ക് പിടിച്ചിട്ടും അവിടെ LDF സ്ഥാനാർത്ഥിയെ തോൽപ്പിക്കാൻ കഴിഞ്ഞില്ല, മണ്ഡലം തിരിച്ചു പിടിക്കാൻ കഴിഞ്ഞില്ല. UR പ്രദീപിലൂടെ നല്ല ഭൂരിപക്ഷത്തിൽ അദ്ദേഹം ജയിച്ച് നിയമസഭയിലേക്ക് പോകുന്ന സാഹചര്യം ഉണ്ടായി. അപ്പൊ എന്താണ് PV അൻവർ പറഞ്ഞത്? ഞങ്ങളുടെ മഹാവിജയമാണ് അത്രേ എന്ന് പറഞ്ഞു. അത് കേട്ട് നമ്മളൊക്കെ ചിരിച്ചു. അതായത് ഒരു 5000 എന്ന് പറയുന്ന സംഖ്യ പോലും കടക്കാൻ കഴിയാതെ അതിന് താഴെ വോട്ട് കിട്ടിയ ഒരു വ്യക്തി പറയാണ് ഇത് വലിയ വിജയമാണ്. എന്തു പറയാനാണ്? എന്തു ആകട്ടെ,
പാലക്കാട് സ്ഥാനാർത്ഥിയെ പ്രഖ്യാപിച്ച് സ്ഥാനാർത്ഥിയെ ഈ പറയുന്ന പോലെ പിൻവലിച്ചതൊക്കെ ആർക്ക് വേണ്ടിയായിരുന്നു എന്നൊക്കെ വ്യക്തമായാലും അവർക്ക് മനസ്സിലാകുന്നുണ്ടല്ലോ അല്ലെ. എന്തോ ആകട്ടെ, എന്തായാലും കുറെ ജൂനിയർ ആർട്ടിസ്റ്റുകളൊക്കെ അണ്ണന്റെ കൂടെയുണ്ട്. അതുകൊണ്ട് ഇങ്ങനെയൊക്കെ മുന്നോട്ട് പോവാം. എന്തായാലും ഈ UDF-കാരെ പറ്റിക്കാനായിട്ട് ഈസിയാണ് കേട്ടോ. കാരണം അവർ ഈ നാടകത്തിന്റെ ആൾക്കാരാണ്. അതുകൊണ്ട് തന്നെ കുഴപ്പമില്ല. LDF-നെ പറ്റിക്കാൻ വലിയ പാടാണ് അൻവർ. അതുകൊണ്ടാണ് നമുക്ക് പുറത്തേക്കുന്ന സാഹചര്യം ഉണ്ടായത്. എന്തോ ആകട്ടെ, അൻവറിന്റെ യാത്രകളൊക്കെ നടക്കട്ടെ. യാത്രകളൊക്കെ കണ്ട് നമുക്ക് അൻവറിന്റെ എല്ലാ ഈ പറയുന്ന ഉടായ്പകളും നമുക്ക് കണ്ടു ചിരിക്കാം. നമുക്ക് അൻവറിനെ കൂടുതൽ മനസ്സിലാക്കാം എന്ന് മാത്രമേ പറയാനുള്ളൂ എന്ന് പറഞ്ഞു വെച്ചുകൊണ്ട് നിർത്തുകയാണ്.